ബിസിനസ് 100 കോടിയുടെ ബിസിനസ് 100 കോടി നടക്കൂടെ? 19 കോടി വേണം അതിന്. ഹലോ കൊല്ലല്ലേ 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 കുറച്ച് കോടീശ്വരനെ കൊല്ലല്ലേ കോടീശ്വരനെ കൊല്ലല്ലേ. അയ്യോ അവിടെ തുടങ്ങ അവിടെ തുടങ്ങ അയ്യോ നിങ്ങൾ ഏത് പള്ളിയിലാ? കാണിക്കലാണെങ്കിൽ തരാം. നിങ്ങൾ ഏത് പള്ളിയിലാ? അയ്യോ അയ്യോ തട്ടിക്കൊണ്ട് പോണേ. അയ്യോ ഹലോ ഞങ്ങളൊന്നും ചെയ്യല്ലേ, കൊല്ലല്ലേ. ഞങ്ങളെ എന്ത് വേണം തരാവേ, എന്ത് വേണം തരാവേ. കൈ നിറച്ച് തരാം. പൈസ ആണെങ്കിൽ പൈസ ജീവൻ മാത്രം തന്നാ മതി. എന്ത് വേണം, എന്ത് എന്റർടൈൻമെന്റ് വേണം തരാം. ആ പിന്നെ ഇറങ്ങി റേഡിയോ അറിയട്ടെ. ഫോണൊക്കെ എടുത്ത് റേഡിയോ അറിഞ്ഞ ഫോണൊക്കെ എടുത്ത്. കൊല്ലല്ലേ കുട്ടി, കൊല്ലല്ലേ കൊല്ലല്ലേ. നമ്മളെ ഒന്നും ചെയ്യല്ലേ. പിന്നെന്താ എന്താ വിളിക്കണ്ട? ഞങ്ങള് സിസ്റ്ററിന് വിളിക്കാൻ പറ്റത്തില്ല. എനിക്ക് കൊറേ സിസ്റ്റേഴ്സ് ഉള്ളതുകൊണ്ട് വിളിച്ച് വിളിച്ച് ഇതായി പോയി. വേറെ എന്തെങ്കിലും കോഡ് വാക്ക് പറയാമോ? എന്റെ പേര് രമണൻ. ആ പാട്ടാണ്. എന്ത് പരിഭവം ഇന്ന് വന്നു, കൈവിളക്കുകൾ നിൽക്കവേ. ആര് പറഞ്ഞു മ്യാവ്? ഞാനാ നിന്റെ അച്ഛൻ. എന്റെ കൂട്ടുകാരുടെ പാടി 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 അങ്ങനെ ശീലിച്ചാണ്. ഞാനാ നിങ്ങളുടെ കാത്തു. അടുത്തെന്തായിരുന്നു? ആര് പറഞ്ഞു മ്യാവ്? ഹലോ താഴെ ഇറക്കണേ കുട്ടികളെ, താഴെ ഇറക്കണേ. എന്ന് നമുക്ക് നിന്ന് സംസാരിക്കാം. തലകറക്കം വരുന്നു. ഞങ്ങൾ ഓടി പോവത്തേ ഇല്ല നിങ്ങളുള്ളിടത്തോളം കാലം. അയ്യോ അങ്ങനല്ല അങ്ങനല്ല, ഞങ്ങൾ ഓടത്തില്ല 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 ഓടത്തില്ല. നിങ്ങളുടെയൊക്കെ പേരെന്താ? ഞാനാ നിങ്ങളുടെ കാത്തു, എന്നോട് ആർക്കാണ് ഇഷ്ടം, ആർക്കാണ് ഇഷ്ടം. എന്റെ ഒരു ശങ്കരൻ 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 രമണനും കൊടുക്കത്തില്ലേ? ആര് പറഞ്ഞു മ്യാവൂ? ഞാനാ നിങ്ങളുടെ കാത്തു, എന്നോട് ഇഷ്ടം കൂടാൻ ആർക്കാണ് ഇഷ്ടം, ആർക്കാണ് ആര് പറഞ്ഞു ഞാനാ നിങ്ങളുടെ കാത്തു, ആര് പറഞ്ഞു ദൂരെ ഒരു ട്രെയിൻ വരുവാണ്. നമ്മുടെ ദൂരെ ഒരു ട്രെയിൻ വരുവാണ്. ട്രെയിനിന്റെ ശബ്ദമാണ് ഞാൻ അടുത്തായിട്ട് അനുഗ്രഹിക്കാൻ പോകുന്നത്. ആഗ്രഹിക്കുന്നത് ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. ആ കാക്ക മോളിൽ കൂടി പോയതാ, ട്രെയിനിന്റെ മോളിൽ കൂടി പോയ കാക്ക. കൊച്ചു
അല്ല 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 ഇത് കുട്ടി ഇത് നമ്മുടെ ട്രെയിനിന്റെ അകത്ത് പോകുമ്പോഴത്തേക്ക് ആൾക്കാർ ഇതാക്കത്തില്ലേ ട്രെയിനിൽ സാധനങ്ങളൊക്കെ ഇപ്പൊ ട്രെയിൻ അടുത്തെത്തിയപ്പോ സൗണ്ട് കേട്ട് മനസ്സിലായില്ലേ പോകുന്ന റോട്ടിൽ നിന്ന് വരുന്ന ട്രെയിൻ അല്പം നിശ്ചിതത്തെ സ്റ്റേഷൻ വന്നിട്ടുന്നതാണ് പ്ലാറ്റ്ഫോം ടോയ്ലറ്റ് എത്തുന്നതായിരിക്കും गाड़ी नंबर 2 3 4 5 से अदर नॉट नॉट द गजर बजर एक ईयर ഇനി അടുത്ത ദൂരെ നിന്ന് ഓടി വരുന്ന കുതിര ഓക്കെ ചായ വേറെ സൗണ്ട് ഒരു ഇട്ട അതങ്ങനെ അറിയാം അത് കുതിരല്ല അത് വെറുപ്പാണ് പണക്കാരനാണ് അതെ അതെ അല്ല സോറി ഇത് ഇച്ചിരി വയസ്സായ കുതിരയാണ് ഇച്ചിരി വയസ്സായ ക്രാവ് കുതിര അതായത് കൊച്ചു കുതിര ബേബി ഹോഴ്സ് വളർന്നു വരണേ ഉള്ളു നമ്മള് ജോലി ചെയ്യുന്നു ജോലി ഞങ്ങക്ക് ഇവിടെ അണ്ടി തല്ലലാണ് അണ്ടി ഓഫീസ് ഉണ്ട് ഞാൻ പ്ലംബറാണ് റിപ്പയർ ആണ് പിന്നെ ചെറുതായിട്ട് EMS ഉണ്ട് എല്ലാത്തിനും പിന്നെ പോലീസ് വാച്ച്മാന് തുണി കഴിവണം വീട് വൃത്തിയാക്കണം ഞാനൊരു ഫുൾ പാക്കേജ് ആയിരിക്കും ഏത് പെമ്പിള്ളേരും ആഗ്രഹിക്കുന്ന അല്ലല്ല അങ്ങനല്ല നമ്മളങ്ങനത്തെ നമ്മളങ്ങനെ ജോലിയൊക്കെ ചെയ്യുന്ന എന്റർടൈൻമെന്റ് നമ്മൾ പ്രതീക്ഷിക്കാം അതെ 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 രായനൊക്കെ കറക്റ്റ് നെക്സ്റ്റ് ഡോർ ബോയാണ് രമണ അവൻ സ്നേഹം കൂടുമ്പോ രയാന്ന് വിളിക്കും രമാന്ന് വിളിക്കുക രമൂന്ന് വിളിക്കും ഞാൻ മുന്നൂന്ന് വിളിക്കും മുന്നൂന്ന് മൊന്നല്ല മൊന്നാന്ന് വിളിക്കും സിസ്റ്റേഴ്സ് നിങ്ങൾ ഏത് ഇടവകയിലുള്ളതാണ് എല്ലാ ഇടവഴിയിലോ നിങ്ങൾ എന്താണ് ഇങ്ങനെ ആയുധധാരികളായി നിൽക്കുന്നത് ആൾക്കാരെ ശുശ്രൂഷിച്ച് മടുത്തോ നിങ്ങൾ അതാണ് ഞാൻ നിങ്ങളെ കൂടെ കൂടട്ടെ കുറെ ശല്യപ്പെടുന്ന ആൾക്കാരെ എനിക്ക് കാണിച്ചു തരാൻ പറ്റും കാരണം ഞങ്ങൾ ഡെയിലി സിറ്റിയില അതെ ഈ ശങ്കർ ഇന്നേ വരെ ഒരു പെണ്ണിന്റെ പുറകെ നടന്ന് ഉപദ്രവിച്ചില്ല ഞാൻ ശങ്കരനെ രമണൻ പാവണേ നമുക്ക് വേറൊരാളായിരുന്നു ടാർഗറ്റ് ആരാണ് പേര് അറിയോ പേര് പറഞ്ഞുതരാം പേര് നീലോപ്പി എവിടെ കേട്ടിട്ടുണ്ടല്ലേ നീലോപ്പി എവിടെയോ നീല നമ്പർ ഉണ്ടോ ഇല്ല അതാ ഇല്ല അറിയില്ല നമുക്കറിയില്ല നീലോപ്പിയാരെന്നറിയില്ല അയ്യോ ഞാനാണ് ഇൻട്രോവേർട്ട് ഈ സിറ്റിയിലെ ഏറ്റവും കൂടുതൽ അയ്യോ എനിക്ക് മാവ് പാവം നാണമാണ് ഇൻട്രോവേർട്ട് ആക്കി വിടാം നീലോത്തി ഇതാണ് നീലോത്തി എന്നാ പറഞ്ഞ നീലോത്തി അത് പാട്ടല്ലേ നീലോത്തി അതന്നെ നീലോത്തി റെഡ് മുടിയുള്ള ബ്രോ പെൺകുട്ടി ഇത് കല്യാണത്തൊക്കെ പെണ്ണാണ് വരുന്ന സീൻ പെൺകുട്ടി നടന്നിരുന്ന പോലെ ചന്ദ്രന്റെ ഹലോ സുഖല്ലേ ഓക്കെ അല്ലേ
വേണമെങ്കിൽ കസാര കസേര ഞാൻ കുറച്ച് ചേട്ടായി ചായ മോളെ എന്താ ബർഗറും പെപ്സിയൊക്കെ ഉണ്ടല്ലോ. ചേട്ടായിക്ക് ചായയുടെ കമ്പം. ആണല്ലേ ചേട്ടായിക്ക് വേണ്ടി ഇഷ്ടമുള്ള ബർഗറും കാപ്പിയൊക്കെ ഉണ്ട്. എടുത്തോ. വടയൊന്നും ഇല്ലേ? വട ഇല്ലാട്ടാ. അതെന്താ വട ഇല്ലാത്ത? ചേട്ടാ വട ഇടാൻ തോള ഇടണം. അതില്ല. ചേട്ടായിക്ക് തോളയുള്ള വടയാണ് ഇഷ്ടമെന്ന് അറിഞ്ഞില്ലേ? മാവ് കുഴയുന്നില്ല. ചേട്ടായി ഒന്ന് കുഴച്ചു തരട്ടെ? അല്ല ആ മോളെ 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 നമ്മൾ വിഷയത്തിൽ നിന്ന് തെന്നി മാറുന്നു മോളെ. മോളെ ചേട്ടാ ഇനി ഇഷ്ടമായോ? എന്താ പേര്? എന്റെ പേര് രമണി. രമണി. രമണിക്ക് നേരത്തെ അഫെയർ വല്ലതും ഉണ്ടായിരുന്നിട്ടുണ്ടോ? ഇല്ല ചേട്ടാ ഞാൻ ഒത്തിന്റെ മുഖത്ത് പോലും നോക്കാറില്ലല്ലോ. അതെന്താ രമണി ആരെയും മുഖത്ത് നോക്കാത്തെ? ഏട്ടായിയുടെ ഒരു ഭാഗ്യം, ആരെയും മുഖത്ത് നോക്കാതെ ഏട്ടായുടെ മുഖത്താണോ നോക്കിയത് ആദ്യമായിട്ട്? ഞാൻ ആദ്യമായിട്ടാണ് തട്ടമൊക്കെ മാറ്റിട്ട് വരുന്നത് ചേട്ടനെ കാണാൻ വേണ്ടി. ഏട്ടായുടെ ദേഹമൊക്കെ കോരി തരിക്കുന്നു അത് കേട്ടപ്പോ. നാണം. എന്നാ നമുക്ക് ഇപ്പൊ തന്നെ കല്യാണത്തിനെ പറ്റി സംസാരിച്ചു തുടങ്ങിയല്ലോ, ഭാവി കാര്യങ്ങളെ പറ്റി. വല്ല കാമജി ഉണ്ടായിരുന്നു ഇതിനു മുമ്പ്? കാമം എനിക്കുണ്ട് പണ്ട് തൊട്ടേ. മോളെ 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 കാമുകിയല്ല, ഐ മീൻ കാമുകില്ല 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 കാമുകില്ല. ഏട്ടായി ആദ്യമായിട്ടാ ഒരു കുട്ടിയുടെ മുഖത്തോട്ട് നോക്കുന്നതേ. എന്നെ കാണാൻ സുന്ദരിയായിട്ടുണ്ടോ? എനിക്ക് ഇഷ്ടപ്പെട്ടത് ആ കവളാണ്. ചുവന്ന തൊടുത്ത കവളുകൾ കാണുമ്പോൾ ഒരു പോയേ. ആ തിരിച്ചാ? ഓക്കെ സെക്കൻഡ് മാറി. ആ ഒരു പോകയില്ലേ എന്നവള ഞാൻ. ഓക്കെ വരെ കുറച്ച് സമയം എടുക്കും കുട്ടി. കോള് പറഞ്ഞു കുട്ടി. ആരും വിളി ഞാൻ അല്ല എന്താ മാനീറ്ററാ? ഇളക്കി ഇളക്കണം. ഇത്ര നേരം ചേട്ടാ സോറി ചേട്ടാ താമസിച്ച്. എന്തിനു താമസിച്ച? ഞാൻ ഇവിടെ എത്ര നേരം കൊണ്ടിരിക്കണ്? അച്ഛനെ വിട്ടില്ല ചേട്ടാ. അങ്ങേരെ ഞാൻ വെട്ടി കീറും കേട്ടല്ലേ. അവളുണ്ട് അവിടെ അച്ഛനും ഉണ്ട്. നീ ഇന്നലെ ഞാൻ വിളിച്ചിട്ട് രാത്രി 12 മണിക്ക് എന്തടി നീ ഫോൺ എടുക്കാത്തത്? നീ ഓൺലൈൻ ഉണ്ടായിരുന്നല്ലേടി നീ? ചേട്ടനങ്ങ് ഇളക്കമല്ലേ? ഇളക്കോ? ആ സമയത്ത് വിളിക്കുമ്പോ നീ എടുക്കണല്ലേ ഫോണ്? ചേട്ടൻ എന്തിനാ തുണിയുടെ കളറൊക്കെ ചോദിക്കുന്നേ? ചേട്ടന്റെ തുണി കണ്ടിട്ടില്ല ചേട്ടൻ? അത് ഞാനും ആ തുണി നാളെ ഇടാൻ വേണ്ടിട്ടാണ് ചോദിച്ചത്. ചേട്ടന്റെ തുണിയല്ലേ വേണോ? വേണ്ട വേണ്ട, കളറ് സെയിം, നമ്മളെ മനസ്സ് സെയിം പോലെ. ചേട്ടൻ തുണിയുള്ളതാണല്ലോ കമ്പം, എന്നോടില്ലേ ചേട്ടാ? തുണി മാറ്റിക്കോ ചേട്ടാ. കല്യാണം കഴിഞ്ഞിട്ടല്ലേ ചേട്ടാ? ചേട്ടന് അങ്ങനെയല്ലല്ലോ. നിനക്ക് 2-3 പയ്യന്മാരായിട്ട് ചുറ്റിക്കറക്കം ഉണ്ടെന്നാണ് ഈ നാട്ടു നടപ്പില് പറഞ്ഞത്. അതെന്തരാണ്? എനിക്കിതൊന്നും പറ്റത്തില്ല. കറക്കൊന്നും ഇല്ല. 2 തവണ ഊട്ടിയിൽ പോയി എന്നുള്ളത് ശരിയാണ്. അല്ലാണ്ട് എന്ത് കറക്കോ ചേട്ടാ? ഊട്ടി പോയേ? ചേട്ടാ ഊട്ടി പോവാണാ?
കുട്ടിപ്പോവാ ഊട്ടിപ്പൂവില്ലേ എന്റെ ഊട്ടിപ്പൂ എടി ഒടമ്പിട്ടവളെ നിന്റെ അച്ഛൻ എന്റെ തലക്കടിച്ച് തരാനാണ് നോക്കണത് ഇങ്ങനത്തെ പെണ്ണിനെ എനിക്ക് വേണ്ട. എന്റെ അച്ഛൻ തോനെ സ്വർണ്ണം തരും വാരി കൂടെ കോരിത്തരും എന്നാ പിന്നെ അത് അതൊന്നും ചേട്ടന് വേണ്ട ആ, എനിക്ക് അത് എത്ര തരും കേക്കട്ടെ ചേട്ടൻ എന്ത് വേണം എത്ര തരുവടി ചക്കരെ എന്ത് വേണം എത്ര തരുവടി ഒന്ന് കൊടുത്ത ചിലപ്പോ വളയുമായിരിക്കും. ചിലപ്പോ വളയുമായിരിക്കും. കൊടുക്കങ്ങട്ട്. എന്തൊരു ആക്രാന്തോടി നീ ഏതോ സിസ്റ്ററിന് കൊടുത്തു കടിച്ചു കീറി ഈ പെമ്പിള്ളേരെ ഒരു കാര്യം സിസ്റ്റേഴ്സ് സോറി കേട്ടോ അത് മാറിപ്പോയതാണ് കുഴപ്പമില്ല കുഴപ്പമില്ല ഓ ഇനി എന്ത് വേണം ആ ഒരു സെക്കൻഡ് എന്തായിരുന്നു ഇത് ഒരു കട്ടിക്കുട്ടി ഇപ്പൊ വരാവേ ഹലോ 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 ഞാൻ ഫുഡ് കഴിച്ചോട്ടെ ഫുഡ് കുട്ടി കുട്ടി വിശക്കുന്നു സിസ്റ്റേഴ്സ് എല്ലാരും കഴിച്ചോളൂ നമ്മളിത്ര കമ്പനിയായിട്ട് സിസ്റ്റേഴ്സിന്റെ പേരൊക്കെ അറിഞ്ഞിരുന്നെങ്കിൽ സിസ്റ്റർ 2 സിസ്റ്റർ 3 സിസ്റ്റർ 4 അങ്ങനെ നമ്പർ എനിക്ക് സിസ്റ്റർ ഫോറിനെ ഇഷ്ടപ്പെട്ടെ എനിക്ക് സിസ്റ്റർ 2-നെ 1-നെ അങ്ങനെ ഓടല്ലേ നമുക്ക് കാര്യങ്ങളൊക്കെ സംസാരിക്കാം നമ്മൾ ഇത്ര നേരം നിങ്ങളോട് കേട്ടില്ലേ നമുക്കൊരു സിസ്റ്റേഴ്സ് എല്ലാം നിങ്ങളുടെ സിസ്റ്റേഴ്സ് ആണെന്ന് ഓർക്കണം എന്താ ഇല്ല നിങ്ങള് പള്ളിയിലെ സിസ്റ്റേഴ്സ് എന്നല്ലേ പറഞ്ഞേ അതന്നെ പള്ളി നാളെ പള്ളിയിൽ നിങ്ങളാണോ ഈ വഴിതെറ്റിയ കുട്ടനാടുകൾ നിങ്ങളാണോ വഴി തെറ്റിക്കുന്ന കുട്ടനാടുകൾ ഞങ്ങളാ. ആണോ ഇന്നോ ഈ കുട്ടി എനിക്ക് ഇഷ്ടപ്പെട്ടു ഞാൻ എടുത്തേ അതെ സിസ്റ്റർ എത്രയായിരുന്നു സിസ്റ്റർ നമ്പർ പറയും സിസ്റ്റർ നമ്പർ എത്രയാണ് സിസ്റ്റർ 5 സിസ്റ്റർ 5 സിംഗിൾ ആണോ സിംഗിൾ അല്ല. സിംഗിൾ അല്ല സിംഗിൾ ആണെന്നല്ലേ പറഞ്ഞേ അല്ല നിങ്ങളല്ലേ വേണമെങ്കിൽ സിംഗിൾ ആക്കാം സിംഗിൾ ആണോ സിസ്റ്റർ 3 എവിടെ സിംഗിൾ ആക്കിയാൽ സിംഗിൾ ആക്കിയാൽ സിംഗിൾ ആവാൻ ഞാൻ മോളെ 3 എവിടെ സിസ്റ്റർ 3 നമുക്ക് മാറി സംസാരിക്കാം കുട്ടി വാ 3 പറയൂ ബ്രോ. കുട്ടി സിംഗിൾ ആയാൽ മിങ്കിളാവാൻ ഞാൻ ഇവിടെ ഉണ്ട് എന്ന് പറയുമായിരുന്നു സിസ്റ്റർ 3 അപമാനിക്കുവാണോ അല്ല ഞാൻ ഒന്ന് മുഖത്തുനിന്ന് താഴോട്ട് നോക്കിയപ്പോ എന്തോ ഇല്ല അല്ല അങ്ങനെ ഇല്ല അല്ലല്ല കളക്ട് മാമന്റെ ഷൂ ഉണ്ട് അതുകൊണ്ട് അല്ലല്ല മാമന്റെ ഷൂ ഉണ്ട് അതുകൊണ്ടാണ് എന്താ പേര്? അയ്യോ സിസ്റ്റർ 5 നമ്പർ തട്ടെ എനിക്കറിയാം മനസ്സെന്താ പറയുന്നേന്ന് റൊമാന്റിക് ആണല്ലേ ഇല്ലാത്തപ്പോ വിളിച്ചാ മതി എങ്ങനെ റൊമാൻസ് അറിഞ്ഞൂടെ സിസ്റ്റർ ബ്രോന്നൊക്കെ എന്തിനാ വിളിക്കുന്നേ പിന്നെന്താ വിളിക്കണ്ട പേരെന്തായിരുന്നു? ശങ്കരൻ ചേട്ടാ വിളിച്ചോ ശങ്കരൻ ചേട്ടാന്ന് ശങ്കരൻ എന്നെ പേര് സിസ്റ്റർ 2 അല്ലേ ഇത് അപ്പൊ എന്റെ പേര് ശങ്കരൻ സിസ്റ്റർ 5 എന്താ സിസ്റ്റർ 5 സിസ്റ്റർ 5 ആണല്ലേ സിസ്റ്റർ 5 ഞാൻ എടുത്തോട്ടെ ആണോ എന്ത് പ്രശ്നമാണെങ്കിലും ചേട്ടൻ ഏറ്റു അതല്ല ചേട്ടൻ നോക്കണം ചേട്ടൻ ചോദിക്കാൻ വരുമോ? ചേട്ടൻ ചോദിക്കാൻ വരാം ചേട്ടാ പ്രശ്നമുണ്ടോ? എന്താ ഞാൻ ഇത്തിരി വള്ളിയാ പ്രശ്നമുണ്ടോ? എന്ത് വെള്ളിയാണെങ്കിലും ചേട്ടൻ ഏറ്റുന്നതല്ല ചേട്ടനെ കൊണ്ടുപോയിട്ട് ചോദിക്കാൻ എത്ര നേരമായിട്ട് ആരും വന്നില്ല അപ്പൊ എന്നെ കൊണ്ട് ആര് വരാനാ?
കുട്ടിയെ കൊണ്ടുപോയി കഴിഞ്ഞാൽ വരാൻ ഞാനില്ലേ? എന്നെ കൊണ്ടുപോയി ഇനി വരാൻ സിസ്റ്റർ ഇല്ലേ? അപ്പൻ നമ്പർ തരാം. അപ്പൻ നമ്പർ തരാം. ശങ്കരൻ കൊള്ളാം. അതിന് അല്ല നമ്മള് ആ അല്ല നമ്മള് ഓർക്കണം. സിസ്റ്റർ സിംഗിൾ അല്ലേ? അല്ലേ നമ്മൾ സിസ്റ്റേഴ്സ് ഒന്നും സിംഗിൾ അല്ല. സിസ്റ്റേഴ്സ് എല്ലാം ഡബിളും ട്രിപ്പിളും ആണ്. സിസ്റ്റർ സിംഗിൾ അല്ലെന്ന് കേട്ടു. നമ്മളൊന്നും സിംഗിൾ അല്ല. ഒന്നിച്ചാ നടക്കാൻ. സിംഗിൾ അല്ലല്ലോ. ആ അങ്ങനെ ആരാ? ആരെയോ അല്ല ആരാന്ന്? ബോയ് ഫ്രണ്ടോ? ആ ഫ്രണ്ട് ഇത്തിരി പ്രശ്ന. ഗുണ്ട എവിടത്തെ ഏത് ഏരിയ ഭരിക്കുന്ന ആളാ? എല്ലാ ഏരിയ ആളാ ഭരിക്കുന്നത്. പേരെന്താ? പ്രശ്നം പേര് പുറത്തു വരാന്നാ പറഞ്ഞേക്കണം. അത്ര അഴുക്കപ്പേരാ? നല്ല പേരാണ്. പേടിക്കും ആൾക്കാര്. ഓ ഞാൻ ജീവിതത്തിൽ ഇതുവരെ പേടിച്ചിട്ടില്ല. എനിക്കൊന്ന് പേടിക്കണമായിരുന്നു. പറ പേര് പറ. പേടിക്കണ്ട. ചെറുതായിട്ട് പറഞ്ഞോ. അല്ല കുഴപ്പമില്ല, ഞാൻ മാനേജ് ചെയ്യണം. ഇല്ല പേര് പറഞ്ഞ പ്രശ്നം. പറഞ്ഞോ. പേര് പറയാൻ പറ്റില്ല. എന്നെ വെറുതെ മോഹിപ്പിച്ച എന്നെ. ഈ കൊച്ചു മനസ്സിനെയാണ് നിങ്ങൾ മോഹിപ്പിച്ചത്. മനസ്സിലായില്ലേ സിസ്റ്ററെ? പക്ഷെ സിസ്റ്ററെ എനിക്ക് ആരില്ല. ആ വിളിക്കുന്നു. സിസ്റ്ററിന്റെ പേരെന്താ? സിസ്റ്ററിന്റെ പേരില്ല, സിസ്റ്ററിന്റെ നമ്പറാ. സിംഗിളാണോ? 6 അല്ല കമ്മിറ്റഡാ. എല്ലാം കമ്മിറ്റഡാ. എന്റെ അണ്ണ അറിഞ്ഞോണ്ടല്ലേ? അയ്യോ വലിയ പ്രശ്നമായിട്ടാ. വലിയ പ്രശ്നവും. അമരേന്ദ്ര ബാഹുബലി നമ്മ അണ്ണേ. ഒരു സെക്കൻഡ്, ഞാൻ എന്താ പരുന്തൊക്കെ പാട്ട് കിട്ട ഇവിടെ എന്തേലും വലിയ വിഷയം എന്തെങ്കിലും ഉണ്ടാ? എല്ലാരും ഉണ്ടല്ലോ. ഹലോ മൈക്ക് വെച്ചിട്ട് ഊതി കാണും. അവന്റെ കാറ്റതാണ്. അളിയ സിറ്റിയിൽ ഇപ്പൊ കേറുന്ന അതോ ഇവിടെയാണോ? വലിയ വിഷയം നടക്കണം. പ്ലീസ് കണ്ടിന്യൂ. ഹലോ മാത്തനെ അവിടെ ഇരിപ്പുണ്ടോ? ഒന്ന് വലിക്കാവോ? KKPP സൈഡിൽ നിന്ന് വന്നാണ്. നമ്മളുടെ കാര്യം കൂടെ ഒന്ന് പറയാന്ന്. എവിടത്തെ അവിടെ ഇവന് ബാൻ ഇട്ടായിരുന്നു. അതാ എന്നിട്ട് അതൊക്കെ നടന്നായിരുന്നു. എന്നിട്ട് നമ്മൾ ചുമ്മാ IP എടുത്ത് കറണ്ട് IP നമ്മളെ കൂട്ടത്ത് അന്ന് നമ്മുടെ സെർവറില് ഒരു വലിയ പ്രശ്നം കേട്ടോ. അയ്യോ ശങ്കര രമണ ഇവിടെ എന്താ ഇവിടെ മോളെ വാ. നമുക്ക് കളിച്ചോടിയല്ല. നമുക്ക് കളിച്ചോ. അല്ല ആ സിസ്റ്ററിന് എനിക്കും ആ സിസ്റ്റർ ഞാൻ കണക്റ്റഡാ. ഞങ്ങൾക്ക് സംസാരിക്കണമായിരുന്നു ഈ റോബറി ഒക്കെ പറ്റി, നിങ്ങളുടെ ഇതിനെ പറ്റി.
കണ്ടുപിടിച്ച് മോളെ വരന്ന് പറയും കണ്ടുപിടിച്ചണ്ട അതെ എന്നാ ആദ്യം നിങ്ങൾ നേരം നിക്ക് നിങ്ങൾ നേരം നിക്ക് നിരന്നിക്ക് നല്ല എനിക്ക് എല്ലാരും ചൂസ് ചെയ്യണേ ഒരു സെക്കൻഡ് ഇതാണ് നിന്റെ കൊച്ചിത് പിടിച്ച് ഇത് തന്നെ നീയല്ല എല്ലാരും കാട്ടിയേ അപ്പൊ ഇതല്ല അങ്ങനത്തെ ഒരു പേര് കിട്ടിയ മേത്രി പർപ്പിൾ ഇല്ല അന്ന് കുഴപ്പമില്ല നമുക്ക് അന്ന് കാണാൻ പറ്റൂല കേട്ടോ അങ്ങനെ നമുക്ക് കാണാൻ പറ്റത്തില്ല ഇതേ കണ്ടുപിടിച്ചേ ഇതാണ് അതല്ല ഇത് അതാ പറഞ്ഞ ഇത് മാറിയില്ല അല്ല ഇത് ഞാൻ പറഞ്ഞ എന്റെ കൊച്ച് അതവന്റെ കൊച്ചല്ല കറക്റ്റ് കണ്ടുപിടിച്ചു പക്ഷെ ഞാൻ ഇഷ്ടപ്പെട്ട കൊച്ചതാണ് അയ്യോ എന്നാലും എനിക്കിഷ്ടായി എന്തായാലും നിങ്ങൾ ഞങ്ങളെ കൊണ്ടുപോക്കോ ഞങ്ങൾ അന്വേഷിച്ച് ആരും വരത്തില്ല ഞങ്ങൾ നിങ്ങളെ കൂടെ വരാം പിടിച്ച് കൈയോടെ പിടിച്ചു ചന്ദ്ര നിന്റെ കൊച്ചിനെ പിടിച്ചാ ഇതാണ് ഹലോ എന്തിനാ ഇങ്ങനെ ഓടുന്നേ എന്നിൽ നിന്ന് ഓടി അകലല്ലേ ഇങ്ങനെ അതെ നിനക്ക് പെണ്ണില്ലാതിരുന്നല്ലേ സെറ്റായി കയറിയോ ബാക്കിയുള്ള അപ്പൊ ശരി എല്ലാം പറഞ്ഞ പോലെ എല്ലാം പറഞ്ഞു ഞങ്ങളൊന്ന് അങ്ങോട്ട് പോയിട്ട് രാവേ താങ്ക് യു വെരി മച്ച് സിസ്റ്റേഴ്സ് നമ്മളെല്ലാരും ഒന്നിച്ച് വരാറുള്ളൂ അല്ല സിസ്റ്റർ ഞാനെടുക്കാം വലിഞ്ഞു കയറും എന്റെ തോളത്ത് കയറിക്കോളൂ പേടിക്കല്ലേ എന്റെ കയ്യിൽ കുട്ടി സുരക്ഷിതമാണ് ഹോസ്റ്റയായിട്ട് കൊണ്ടുവന്നേ എന്റെ പുറത്ത് കയറിട്ട് കയറാം അയ്യോ കുട്ടി ഒന്ന് വെളിയിറങ്ങണേ കേറിയ കുട്ടി ഒന്ന് ഇറങ്ങണേ എന്നിട്ട് മണ്ടേ കയറണം കയറട്ടെ ഓക്കെ പോ നിങ്ങൾ ഈ ലൈഫ് എൻജോയ് ചെയ്യുന്നുണ്ടോ എന്താ നിങ്ങളുടെ മോട്ടീവ് ആൾക്കാരെയൊക്കെ നന്നാക്കുക ഞങ്ങള് നന്നായില്ലേ ഞങ്ങളടുത്ത് എന്തെങ്കിലും ഇഷ്ടം തോന്നിയായിരുന്നോ ആർക്കേലും നെഗറ്റീവ് അതെല്ലാരും പറയണ്ടേ ശങ്കർ രമണ അതെല്ലാരും പറഞ്ഞ രമണ ആണോ എല്ലാ സിസ്റ്റേഴ്സിനും തന്നെ തോന്നി മറ്റേ സിസ്റ്റർ 5 വളരെ നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു ഇതുവരെ ലൈഫിൽ ഇങ്ങനൊരു തട്ടിക്കൊണ്ടുപോകാൻ ലൈഫിൽ ഇതുവരെ കിട്ടിയിട്ടില്ലേ
പിന്നെ ഹാപ്പിയാണ്. വളരെ വളരെ സന്തോഷം. ഒരു സുന്ദരിയായിട്ടുള്ള കുറച്ച് സിസ്റ്റേഴ്സിനെ കാണാൻ പറ്റി. അതിലൊരു സുന്ദരി ഇഷ്ടപ്പെടുകയും ചെയ്തു അല്ലേ രമണ? അതിലൊരു കൊച്ചിനെ ഇഷ്ടപ്പെട്ട് 5-3 ഇഷ്ടപ്പെട്ടു. ഇതൊക്കെ അല്ലേ ശരിക്കും ലവ് എന്നാണല്ലേ? നമ്മള് മുഖം കാണാതെ ഇഷ്ടപ്പെടുന്നല്ലേ? മനസ്സിലാക്കണ്ടേ? മുഖം കണ്ടിട്ട് ഇഷ്ടപ്പെട്ടു. ആ ഞങ്ങളുടെ ഈ മുഖം കണ്ടിട്ട് ഇഷ്ടപ്പെട്ടു. മുഖത്തിനെന്താ കുഴപ്പം? സുന്ദരികളാ. ആണോ? കാണാൻ പറ്റുമോ? ഇതാണ് നമ്മുടെ മുഖം. കണ്ട് അക്കിക്കുള്ളിലെ കലാകാരൻ എന്ന് പറയുന്ന പോലെ ഈ മാസ്കിനുള്ളിലെ ആ സുന്ദരമായ മുഖം. ഹലോ, ഞങ്ങളുടെ മുഖം. ഓ അതാണ് നിങ്ങളുടെ മുഖം. അപ്പൊ മാസ്ക് ഇട്ടിട്ടുണ്ടെന്ന് നിങ്ങളെ സേഫായിട്ട് ഇവിടെ എത്തിച്ചിട്ടുണ്ട്. സിസ്റ്റർ നമ്പർ 5. എടുക്കുവാണേ. സിസ്റ്റർ അപ്പൊ ഈ സിസ്റ്റർ സിസ്റ്റർ ആ സിസ്റ്റർ നമ്പർ 5 എന്നെ വിട്ട് പോലെ. സിസ്റ്റർ നമ്പർ 3. സിസ്റ്റർ നമ്പർ 5 ഇവിടെ നിന്ന് പോയി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ പിന്നെ കണ്ടുമുട്ടത്തില്ല. എന്റെ കൂടെ കാണണം. സിസ്റ്റർ നമ്പർ 5. സിസ്റ്റർ നമ്പർ 5. സിസ്റ്റർ നമ്പർ 5 ആ നമ്പർ തരുവാണെങ്കിൽ സിസ്റ്റർ നമ്പർ 5 ഫോൺ എടുത്താൽ നമ്പർ തരാം.